ഹിരണ്യധനുസിൻ്റെ വളർത്തുപുത്രനായിട്ടാണ് ഇവൻ വളർന്നു വരുന്നത്. അപ്പോൾ ക്ഷത്രിയനിൽ തന്നെ ഭ്രഷ്ടൻ, ജന്മനാ അപകടകരമായ ഒരു സമയത്ത് ജനിച്ചവൻ, കുലത്തിന് വിപത്തുണ്ടാക്കുന്നവൻ, അങ്ങനെയുള്ളവൻ കാട്ടിൽ താമസിച്ച് വളർന്ന് മഹാബുദ്ധിമാനുമായിട്ട് വളർന്നു വരികയാണ്. അവൻ ഹസ്തിനപുരിയിലെ രാജകൊട്ടാരത്തിൽ ചെന്നിട്ട്, അതായത് ഭാരതത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കപ്പം വാങ്ങിക്കുന്ന ഹസ്തിനപുരിയിലെ അധീശ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവിടുത്തെ സർവ്വസൈന്യാധിപനും ആചാര്യനുമായ രാജഗുരുവുമായ ദ്രോണരെ കണ്ട് സംസാരിക്കാൻ സാധിച്ചു എന്നത് തന്നെ അന്നത്തെ രാജഭരണത്തിലെ ഒരു ഔദാര്യത്തിന് തെളിവാണ്. ഇന്നിപ്പോൾ നാം ശ്രമിച്ചു നോക്കുക, നമുക്ക് ഇവിടുത്തെ പട്ടാളത്തിൻ്റെ ജനറലിനെ ഒന്ന് കാണണം. എളുപ്പമാണോ കാണുന്നത്? എന്തിനാണെന്നാണ് അവരാദ്യം ചോദിക്കുക. കാണാനും സമ്മതിക്കില്ല. എന്താണ് കണ്ടിട്ട് ആവശ്യം? നമ്മൾ ആവശ്യം പറയുന്നു. ആ ആവശ്യത്തിന് അദ്ദേഹത്തെ കാണേണ്ട കാര്യമില്ല. നമ്മളാരാണ് ചെന്നിരിക്കുന്ന ആൾ? നമ്മളാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് ആ ജനറലിൻ്റെ പദവിയിൽ. നമ്മളെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പൗരന്മാർ. ആ പൗരന്മാരിൽ ഒരുത്തരാണ് ചെന്നിരിക്കുന്നത്. കിട്ടുന്ന ഉത്തരവ് എന്താണ്? കാണണ്ട എന്നാണ്. ഈ ആവശ്യത്തിന് കാണണ്ട. എന്താണ് ആവശ്യം? എനിക്ക് ചില എക്സർസൈസുകളൊക്കെ പഠിക്കണം. എക്സർസൈസ്, വ്യായാമം. എന്തായാലും ജനറലിന് വ്യായാമം പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളായിരിക്കില്ലല്ലോ. വ്യായാമം പഠിപ്പിക്കാൻ ഇപ്പോൾ നാട്ടിൽ അത്രയ്ക്ക് ആൾ തീർന്നു പോയാൽ, അല്ല ആൾ തീർന്നിട്ടൊന്നുമല്ല, എനിക്കിപ്പോൾ എന്നെ ഇപ്പോൾ അദ്ദേഹം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാലോ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തൊന്നും കൂടി ഇരിക്കും അവിടെ നിന്ന് നിർബന്ധിച്ചാൽ. സംരക്ഷിത മേഖല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ. എന്നുവെച്ചാൽ ആർക്കും അതിനകത്ത് കയറാൻ പാടില്ലെന്നാണ്. ജനറൽ താമസിക്കുന്നതിൻ്റെ ചുറ്റുപാടും അദ്ദേഹത്തിൻ്റെ പട്ടാള ക്യാമ്പിൻ്റെയും ചുറ്റിനും കമ്പിവേലിയൊക്കെ കെട്ടിയിട്ട്, ജനാധിപത്യ രാജ്യമാണെന്നാണ് വെച്ചിരിക്കുന്നത്, കമ്പിവേലിയൊക്കെ കെട്ടിയിട്ട് സംരക്ഷിത മേഖല. ഫോട്ടോ എടുക്കാൻ പാടില്ല. ക്യാമറ മേലോട്ട് ചെന്ന് തല്ലി മേടിക്കും. ക്യാമറ തല്ലി പൊട്ടിക്കുകയും ചെയ്യും. ക്യാമറ തല്ലി പൊട്ടിക്കുന്നത് നല്ലതാണ്. അതാണ് ക്യാമറ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ക്യാമറ ചിലവാകണ്ടേ. അത് പോലീസുകാർ ചെയ്യുന്ന വലിയൊരു സേവനമാണ്. ക്യാമറ തല്ലി പൊട്ടിക്കുകയോ ഓടിക്കുകയും ചെയ്യും. ഭരണം ജനാധിപത്യമാണ് താനും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് എന്നെ വ്യായാമം പഠിപ്പിക്കണം എന്ന് പറയുന്നതിൽ ഒരു സഹിക്കാൻ വയ്യാത്ത ധിക്കാരമില്ലേ? ജനറലിന് വേറെ എന്തെല്ലാം പണികളുണ്ട് രാജ്യരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ ചിന്തിക്കാൻ. 24 മണിക്കൂറും അദ്ദേഹം രാജ്യരക്ഷയുടെ കാര്യങ്ങളിൽ, പല പ്രശ്നങ്ങളിൽ, പല അന്തഛിദ്രങ്ങളുടെ പ്രശ്നങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നയാളാണ്. ജീവിതം പോലും ചിലപ്പോൾ ഇല്ലാത്ത ആളായിരിക്കും, വ്യക്തിപരമായ ജീവിതം. ഒരു രാജ്യത്തിൻ്റെ ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്ത് ആ ജനറലിനെ നമുക്ക് കാണാനേ സാധിക്കില്ല. പ്രസിഡൻറ്റിനെ പിന്നെയും കാണാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ ചില പണികൾ ചെയ്യുന്ന അദ്ദേഹത്തിന് കിട്ടിക്കോളും. അദ്ദേഹം കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന് വിവരം അറിയിക്കാൻ. പക്ഷേ സാധാരണഗതിയിൽ പ്രസിഡൻറ്റിനെ ചെന്ന് കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ അനുവാദം കിട്ടാത്ത കാര്യമാണ്. ജനാധിപത്യത്തിൽ അന്ന് അത്രയും പ്രാചീനമായിരുന്ന കാലത്ത്, രാജാക്കന്മാരുടെ ഭരണകാലത്ത്, ജനങ്ങൾക്ക് ഇന്ന് കരുതുന്നത് പോലെയുള്ള പ്രജാധിപത്യ ഭരണത്തിൻ്റെ കാലത്തുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലായിരുന്നു എന്ന് സങ്കല്പിച്ചിരുന്ന ഒരു കാലത്ത് ഈ വലിയ കൊട്ടാര വളപ്പിനകത്ത് കയറി അവിടുത്തെ ഒരു ജനറലിൻ്റെ സൗധത്തിൽ ഇരുന്ന് വിരാജിച്ച് അരുളുന്ന ദ്രോണാചാര്യരെ, ലോകപ്രസിദ്ധനായ ദ്രോണാചാര്യരെ കാട്ടിൽ നിന്ന് വന്ന അന്നത്തെ അർത്ഥത്തിൽ ഒരു നിഷാദ ചെറുക്കന് കയറി കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ആ രാജഭരണത്തിൽ പ്രജകളുടെ നേരെ കാണിച്ചിരുന്ന ഒരു ഔദാര്യം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. ഇത് രാജഭരണത്തെ പ്രശംസിക്കാൻ വേണ്ടി പറയുന്നതല്ല. കയറി കണ്ടു എന്നുള്ള വാസ്തവം, യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഒരു കീറാമുട്ടി പോലെ കിടക്കുകയാണ്. ഇപ്പോൾ കയറി കാണാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യത്തെയും നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ കയറണമെങ്കിലോ 3:30 മണി കഴിയണം, പാസ്വേഡ് കയറാം. അവിടെയും എന്താണ് സ്ഥിതി? അവരെയൊക്കെ നാം നിയമിച്ചിരിക്കുകയാണ്. ആരെയൊക്കെ? ഈ ഗവർണറെയും ഈ മുഖ്യമന്ത്രിയെയും ഈ മുക്കാത്ത മന്ത്രിമാരെയും ഒക്കെ നമ്മൾ നിയമിച്ചിരിക്കുക. മുഖ്യമന്ത്രി മാത്രമല്ലോ നമ്മൾ നിയമിച്ചത്, മുക്കാത്ത മന്ത്രിമാരെയും നമ്മൾ നിയമിച്ചതാണ്. അവിടെ കയറി ചെല്ലണമെങ്കിൽ 3:30 മണി കഴിയണം. അല്ലെങ്കിൽ പിന്നെ വേറെ ചില പഴുതുകളുണ്ട്, ഒളിച്ച് നൂണ്ട ഒക്കെ കയറാവുന്ന പഴുതുകളുണ്ട്. എനിക്കറിയാം ഈ പഴുതുകളൊക്കെ, ഞാൻ അങ്ങനെ കയറിയിട്ടില്ലെങ്കിൽ. അങ്ങനെ കയറിപ്പോവാം, അങ്ങനെ കയറാനൊക്കും. അല്ലെങ്കിൽ വിളിച്ചു പറയണം, ആരെങ്കിലും കൊണ്ട് പരിചയമുള്ളവരെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചാൽ കയറിപ്പോവാം.
സെക്രട്ടറി പറഞ്ഞാലോ, അല്ലെങ്കിൽ സെക്രട്ടറി ഒന്നും പറയേണ്ട, ആ കാവൽ നിൽക്കുന്നവൻ വിചാരിച്ചാൽ അത് കയറ്റിവിടും. എങ്കിലും നിയമം അങ്ങനെ വെച്ചിരിക്കുന്നു. ഇങ്ങനെ നിയമം ആകാമോ? ഇങ്ങനെ നിയമം ആകാം. എന്താണ് കാരണം? അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ കയറി അവിടെ നടക്കേണ്ടുന്ന രാജ്യകാര്യവൃത്തിക്ക് ആവശ്യക്കാരൻ ചെന്ന് തടസ്സമുണ്ടാക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വെച്ചത്. അല്ലാതെ പൗരനെ അവമാനിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നിയമം വെച്ചതല്ല. 3:30 മണി വരെയെങ്കിലും സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ, അതിനുശേഷം ആവശ്യക്കാർ ചെന്ന് ആവശ്യമുള്ള ഉദ്യോഗസ്ഥനെ കാണുക എന്നൊരു ചിട്ട വേണ്ടതിന് അതിന് വെച്ചതാണ്, പൗരനെ അവമാനിക്കാനല്ല. എങ്കിലും അത് അനുഭവത്തിൽ എന്തായിട്ട് വരും? പൗരനെ അവമാനിക്കുന്നതായിട്ട് വരും. ചെല്ലുന്ന പൗരനെ സംബന്ധിച്ചിടത്തോളം ആ പെരുമാറ്റത്തിൻ്റെ ശൈലി കൊണ്ട്. അത്രേ ഉള്ളൂ. ഈ ശൈലികളൊന്നും ഉണ്ടായില്ല. ദ്രോണരെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ദ്രോണരെ കാണാൻ അനുവാദം കൊടുത്തു. ചെന്നു, ദ്രോണരുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം സുഖമായി സംസാരിക്കുകയും ചെയ്തു. എന്തു പറഞ്ഞു അദ്ദേഹം? ആചാര്യനായി വയ്ക്കാൻ പാടില്ല, ഗുരുവായി സ്വീകരിക്കാൻ പാടില്ല, നിന്നെ പഠിപ്പിക്കാൻ ഒക്കില്ല. ഇപ്പം നമുക്ക് വേണമെങ്കിൽ വാദിക്കാം അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന്. നല്ലൊരു ഗുരുവാണെങ്കിൽ എവിടെ നിർത്തി പഠിപ്പിക്കും? അതല്ല, രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ദ്രോണരുടെ അടുത്ത് പഠിക്കാൻ ആൾക്കാർ വന്നിരുന്നു എന്ന് പറയുന്നു. അവരൊക്കെ പറഞ്ഞു വിട്ടു. അല്ല, മഹാഭാരതത്തിലെ എപ്പോഴും ഒരു നീതി നിഷേധത്തിന്റെയും വിദ്യാഭ്യാസം അനുവദിക്കില്ല എന്ന് പറഞ്ഞതിന്റെ ഒക്കെ ദൃഷ്ടാന്തമായിട്ട് വിമർശകരൊക്കെ പറയുന്ന, എപ്പോഴും പൊക്കി കാണിക്കുന്ന ഒരു കഥയാണ് ഈ ഏകലവ്യനെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞത്. ചില ക്ലാസ്മേറ്റുകളെയൊക്കെ ലക്ഷ്മണയുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാമോ? അകലെ താമസിക്കുന്നവരെ പഠിപ്പിക്കാമോ? ബുദ്ധിമുട്ടാവില്ല. അതൊരു നിഷേധമല്ലേ? സാധ്യമല്ല, പ്രായോഗികമായ അസാധ്യമാണത്. കൊട്ടാരത്തിലെ സുരക്ഷിതമായ കൊട്ടാരത്തിൽ കാട്ടിൽ നിന്ന് വന്ന വേദം പഠിച്ച് മനഃപരിഭാഗം വന്നിട്ടില്ലാത്ത ഒരാളെ ആ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രാജ്യരക്ഷോപായം പഠിപ്പിച്ചു കൊടുക്കാനാണ് ഈ പറയുന്നത്. നമ്മുടെ ആയുധ നിർമ്മാണം പാകിസ്ഥാനെ നാം ഏൽപ്പിക്കുമോ? ഇവൻ ആരാണ്? ഈ ഹസ്തിനപുരിയോട് വിരോധമുള്ളവനാണ്. ഹസ്തിനപുരി ആരുടെ വകയായിരുന്നു? പണ്ട് യയാതിയുടെ വകയായിരുന്നു. അവൻ്റെ മുത്തശ്ശൻ്റെ വകയായിരുന്നു ഈ ഹസ്തിനപുരി, യയാതി. ആ യയാതിയുടെ സ്വാർത്ഥത കൊണ്ട്, അദ്ദേഹത്തിന് ഭോഗസുഖങ്ങളിൽ മതിവരാഞ്ഞതുകൊണ്ട് ഇവരുടെ ഒരു പൂർവികനെ, യദുവിനെ, ഇവരുടെ വംശപിതാവിനെ ശപിച്ച് ആട്ടി പുറത്താക്കിയതാണ്. ഹസ്തിനപുരിയോട് അവൻ ആ പകയില്ലാതിരിക്കുമോ? 1. 2, അവൻ ജനിച്ച വീട്ടിൽ നിന്ന്, യാദവന്മാരുടെ ഭവനത്തിൽ നിന്ന് യാദവന്മാരെല്ലാവരും കൂടി അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവന് യാദവന്മാരോട് പകയില്ലാതിരിക്കുമോ? പകയുണ്ടാകും. ഉപേക്ഷിച്ചത് തെറ്റോ ശരിയോ അത് വേറൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോഴവൻ ഈ ഹസ്തിനപുരിയുടെ സംരക്ഷയ്ക്ക് ഉതകുന്ന ധനുർവേദം എന്ന് പറയുന്ന ആയുധവിദ്യയെ, ആയോധന വിധാനത്തെ, സമ്പ്രദായത്തെ പഠിപ്പിച്ച് വിട്ടാൽ അവൻ ആരുടെ നേരെ തിരിഞ്ഞു നിൽക്കും? അവൻ ഈ ഹസ്തിനപുരിക്ക് എതിരെ അവൻ്റെ നിഷാദ പടയുമായി വരും. ഇതറിഞ്ഞുകൂടാത്ത ആളല്ല ദ്രോണർ. ഇപ്പോൾ നമ്മുടെ സംരക്ഷണത്തിൻ്റെ ചുമതല പാകിസ്ഥാൻ ജനറലിനെ ഏൽപ്പിക്കാമോ? പാകിസ്ഥാൻ്റെ പട്ടാളത്തലവനെ വിളിച്ചിട്ട് അതിന് ഞങ്ങളുടെ ഇതിൻ്റെ ഏൽപ്പിച്ചാൽ നല്ലതാണ്, അയാൾ ഒന്നുകൂടി മെനയായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഏൽപ്പിക്കുമോ നമ്മുടെ ഗവൺമെൻറ്? നമ്മുടെ ഈ 3 സൈനിക വിഭാഗത്തിൻ്റെയും ചുമതല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ ചുമതല, പ്രതിരോധത്തിൻ്റെ ചുമതല വഹിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അഡീഷണലായ ചാർജ് കൂടി നിങ്ങൾക്ക് തരുന്നു. ഗവൺമെൻറ് കൊടുക്കൂ. എത്ര ബോധമില്ലാത്തൊരു ഗവൺമെൻറ് ഡൽഹിയിൽ വന്നാലും അങ്ങനെ ചെയ്യൂ. എന്താ ചെയ്യാത്തത്? നമ്മുടെ രാജ്യതന്ത്രങ്ങളുടെ ഭാഗമാണ്, നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ. ഇപ്പം രാജകുമാരന്മാരെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ഈ ആയുധവിദ്യ, ധനുർവേദം, അതിൻ്റെ തന്ത്രം, അത് ഔചിത്യപൂർവ്വം ഉപയോഗിക്കത്തക്ക വിധത്തിൽ വേദവിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത നിഷാദന് ആ രാജ്യത്തിലെ കുലപതിയായ, ആ രാജ്യത്തിൻ്റെ ഗുരുവായ ആചാര്യൻ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഇവൻ പറയുന്നത്. അത് പ്രായോഗികമല്ല, അത് സാധ്യമല്ല. അവനെ രാജകൊട്ടാരത്തിൽ താമസിച്ച് പഠിപ്പിക്കൂ.
എവിടെ താമസിപ്പിച്ചാണ് അവനെ പഠിപ്പിക്കേണ്ടത്? ഇനിയിപ്പോൾ പഠിപ്പിക്കാമെന്ന് വെച്ചുകൊണ്ടിരിക്കട്ടെ, എവിടെ താമസിപ്പിച്ച് പഠിക്കും? രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ അവനെ താമസിപ്പിക്കും. ഇപ്പോൾ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ സൗകര്യമില്ലാതെ വന്നാൽ ഉടനെ അധ്യാപകൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാനൊക്കെ അവരെയൊക്കെ അതിന് ഗവൺമെൻറ് എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ അധ്യാപകനൊന്നും ചെയ്യാനൊക്കില്ല. വേണമെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി ചോദിക്കാം, എന്താ 2 ദിവസം അവിടെ താമസിപ്പിച്ചാൽ എന്ന് ചോദിക്കാം. താമസിപ്പിക്കില്ല ആരും. താമസിച്ചാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ലായിരിക്കും, അതിനുള്ള വിസ്താരമോ മുറിയോ അധ്യാപകൻ്റെ വീട്ടിൽ ഉണ്ടാകില്ലായിരിക്കും. അപ്പോൾ അത് അപ്രായോഗികമാണെന്നുള്ളതൊന്ന്. പിന്നത്തേത്, ഇതിനിങ്ങനൊരു വശമുണ്ട്, അതിലൊരു പ്രതിരോധമുണ്ട്. ആ പ്രതിരോധം അതോടുകൂടി നശിക്കുകയായിരിക്കും, രാജ്യരക്ഷ നശിക്കുകയായിരിക്കും. ഇനി ഇവനെ അങ്ങനെ ചെയ്തില്ലെങ്കിലോ എന്നൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഏകലവ്യൻ അങ്ങനെ ചെയ്യും എന്നുള്ളതിന് എന്താണ് തെളിവ്? അത് വേദം പഠിച്ചിട്ടില്ലെന്നുള്ളതാണ്. വേദം പഠിച്ചതിന് ശേഷമാണ് ധനുർവേദം പഠിക്കേണ്ടത്. പിന്നെ ഇദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ദ്വാരക കടലിൽ മുങ്ങിയപ്പോൾ അവിടെ നിന്ന് സൗന്ദര്യമുള്ള സ്ത്രീകളെല്ലാം അവൻ പിടിച്ചുകൊണ്ടുപോയി. ഇപ്പം സ്വാമിത്തായില്ലേ? നിങ്ങൾ ഈ പിന്നെ വാദിച്ച് ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആളുകളൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? പൊതുവേ ഈ ഏകലവ്യന് വേണ്ടിയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഏകലവ്യൻ ചെയ്ത പണി, ദ്വാരക കടലിൽ മുങ്ങിയപ്പോൾ കാണാൻ കൊള്ളാവുന്ന യാദവ സ്ത്രീകളെയൊക്കെ, കാണാനും കൊള്ളാവുന്നവരെ പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് അത് അവിടെ കൊണ്ടുപോയിട്ട് കാട്ടിൽ കൊണ്ടുപോയി അദ്ദേഹം കെട്ടിടം കെട്ടി പശുവിനെ താമസിപ്പിക്കുന്നവരെ താമസിപ്പിച്ച് പുല്ലും ഉണ്ടാക്കാൻ കൊടുക്കാനാണെന്ന് വിചാരിക്കാമായിരുന്നു. ഇതല്ല ചെയ്തത്. കാണാൻ കൊള്ളാവുന്നവരെ, സൗന്ദര്യമുള്ളവരെ തിരഞ്ഞു പിടിച്ച് കൊണ്ടുപോയി. ആ ആളിനെ ആയുധവിദ്യ പഠിപ്പിക്കണമായിരുന്നു എന്നാണ് ഈ വാദിക്കുന്നത്. നാം ഇന്ന് കരുതുന്ന തരത്തിലുള്ള പട്ടികജാതി പട്ടികവർഗ പ്രശ്നം ഇതിൻ്റെ പിന്നിൽ കാണരുത്. അത് ഇന്നത്തെ ഒരു പ്രശ്നം മാത്രമാണ്. ഇവൻ പട്ടികജാതിക്കാരനായതുകൊണ്ടോ പട്ടികവർഗക്കാരനായതുകൊണ്ടോ ബ്രാഹ്മണനായ ഒരു ആചാര്യൻ അവന് വിദ്യ നിഷേധിച്ചു എന്ന നിലയിലാണ് നാം ഇതിനെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിക്കാൻ പാടില്ല. അങ്ങനെയും സമീപിക്കാം. അത് ബോധം കെട്ട സമീപനമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കാത്ത സമീപനമാണ്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം അതിനകത്ത് അന്തർഭവിച്ചിരിക്കുന്നു. ദാർശനികമായ പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്, പ്രതിരോധപരമായ പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ സ്വഭാവപരമായ പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദ്വാരക കടലിൽ മുങ്ങിയപ്പോൾ കൊള്ളാവുന്ന യാദവ സ്ത്രീകളെല്ലാം ഇവൻ ഒന്നിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി എന്ന് വ്യാസൻ കഥ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ആളിൻ്റെ സ്വഭാവം മനസ്സിലായില്ലേ? അവനെ ഈ ആയുധവിദ്യകളെല്ലാം പഠിപ്പിച്ച് കൊടുക്കണമായിരുന്നോ? കൊടുക്കാൻ പാടില്ല. പിന്നെ രാജഗുരു അവനെതിരെ ഒരാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു. ഇവനും ആരായിട്ട് വരും? കാട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ഇവനും പ്രജയാണ്. ഓരോ വർഷവും പോയിട്ട് ഇവരുടെ കണക്കുകൾ എടുക്കും. നിഷാദന്മാരുടെ, കാട്ടാളന്മാരുടെ, കാനനത്തിൽ താമസിക്കുന്നവരുടെ സെൻസസ് എടുക്കും. ആര്? രാജാവിൻ്റെ പ്രതിപുരുഷന്മാർ. ചിലപ്പോൾ രാജാവ് നേരിട്ട് പോവുക കൂടി ചെയ്യും മന്ത്രിമാരോടുകൂടി ഈ സെൻസസ് എടുക്കാൻ, ജനസംഖ്യ തിട്ടപ്പെടുത്താൻ, മൃഗങ്ങളുടെ സംഖ്യ തിട്ടപ്പെടുത്താൻ, ഇഴജന്തുക്കളുടെ സംഖ്യ തിട്ടപ്പെടുത്താൻ, പാമ്പുകളുടെയൊക്കെ പോവും. ഈ സെൻസസ് എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്ത് എങ്ങാണ്ട് ഉണ്ടായാണെന്ന് വിചാരിക്കരുത്. ഇതങ്ങ് പോയിരുന്നു. അപ്പോൾ ഇവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് അന്ന് വന്ന് ഇദ്ദേഹത്തെ കണ്ട് ഇത് പഠിപ്പിക്കണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. ഇപ്പോഴും നമുക്ക് കിട്ടാൻ വിഷമമുള്ള ഒരു സ്വാതന്ത്ര്യം, ഉന്നത അധികാരികളെ കാണുന്നതിന് ഇപ്പോഴും ഈ ജനാധിപത്യ യുഗത്തിൽ നമുക്ക് കിട്ടാൻ വൈഷമ്യമുള്ള ഒരു സ്വാതന്ത്ര്യം അന്ന് അയത്നേന ഈ കാട്ടിൽ താമസിച്ചിരുന്നവർക്ക് ലഭിച്ചിരുന്നു എന്നത് കൗതുകകരമായ ഒരു വസ്തുതയാണ്. ഒരു ആജ്ഞ പുറപ്പെടുവിച്ചിരുന്നു അദ്ദേഹം. എന്താണ്? എന്നെ ഗുരുവായി വരിക്കരുത്. അപ്പോൾ അതനുസരിക്കണ്ടേ? അനുസരിച്ചില്ല. അദ്ദേഹം അനുസരിക്കാഞ്ഞത്? അനുസരിക്കുന്നവനല്ലേ? എന്തിനായി പ്രതിമ വെച്ചത്? ദ്രോണാചാര്യൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിന് വേണ്ടിയാണ്. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ അളിയനാണ് എന്ന് പറഞ്ഞു നടന്നാൽ എനിക്ക് പ്രത്യേക ഒരു സ്ഥാനം കിട്ടും. ആചാര്യഭരണത്തിന് ഏകലവ്യൻ ദ്രോണരെ സമീപിക്കുമ്പോൾ
അദ്ദേഹം ഒരു നിബന്ധന വച്ചിരുന്നു, എന്നെ ആചാര്യനായി സ്വീകരിക്കരുത്. ആചാര്യനായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു നിർദ്ദേശവുമാണ്, അതേ സമയത്ത് തന്നെ അതൊരു ആജ്ഞയുമാണ്. കാരണം രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ്, കൊട്ടാരത്തിലെ രാജഗുരുവാണ്, രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജകുമാരന്മാരുടെ ഗുരുവാണ്. അപ്പോൾ രാജഗുരുവിൻ്റെയും സർവ്വസൈന്യാധിപൻ്റെയും സ്ഥാനമുള്ള ഒരു വ്യക്തി ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് ആജ്ഞയ്ക്ക് തുല്യമാണ്. ആ ആജ്ഞയെ ലംഘിക്കാൻ പാടില്ല. ആജ്ഞയെ ലംഘിക്കുന്നത് ഒരു കുറ്റവുമാണ്. പിന്നെ അതിൽ വളരെ പരോക്ഷമായി സ്ഥിതി ചെയ്യുന്ന ഒരു ആൾമാറാട്ടമുണ്ട്. ദ്രോണരുടെ ശിഷ്യനല്ലാതിരിക്കെ ദ്രോണരുടെ ശിഷ്യനാണെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ച് നടന്നു. അതിനാണ് ഞാൻ നേരത്തെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു. ഉന്നതാധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളുടെ ബന്ധുവാണ് നാം എന്ന് ജനങ്ങളുടെ ഇടയിൽ ബന്ധു അല്ലാതിരിക്കെ നാം അവകാശപ്പെടാൻ പാടില്ല. ഒരിക്കൽ നമ്മുടെ ഇതിന് മുൻപത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ കുറിച്ച് അങ്ങനെ ഒരു വിജ്ഞാപനം അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ പറയുന്ന ആൾ ഞാനുമായി ഒരു ബന്ധവുമുള്ള ആളല്ല, യഥാർത്ഥത്തിൽ ബന്ധമുള്ള ആളാണ്. എൻ്റെ പേരിൽ ഇദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ അതിലൊരു കുറ്റമുണ്ട്. അധികാരസ്ഥാനത്തിരിക്കുന്ന ഉന്നതാധികാര സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ബന്ധത്തിൽപ്പെട്ട ആളാണ് എന്നൊരു സാധാരണ പൗരൻ ബന്ധത്തിൽപ്പെടാതിരിക്കെ അവകാശപ്പെടാൻ പാടില്ല. അതാണ് അതിലെ കുറ്റം. ആ കുറ്റത്തിന് ശിക്ഷയുണ്ട്. അപ്പോൾ ആ കുറ്റത്തിൻ്റെ ശിക്ഷ ഏത് തരത്തിലുള്ള വ്യാജമാണോ പ്രയോഗിച്ചത് ആ വ്യാജപ്രയോഗത്തിലൂടെ തന്നെ ശിഷ്യനാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ വ്യാജപ്രയോഗത്തിലൂടെ തന്നെ ശിഷ്യനായിരുന്നാൽ എന്ത് വേണം? ഗുരുദക്ഷിണ വേണം. ശിഷ്യൻ ആയിരിക്കുകയും ഗുരുവായിട്ട് അയാൾ സ്വന്തം നിലയിൽ വരികയും അയാൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തല്ലോ, ഏകലവ്യൻ പറഞ്ഞ് പ്രചരിപ്പിച്ചല്ലോ. അതുകൊണ്ട് അതേ രീതിയിൽ തന്നെയുള്ള ഒരു ശിക്ഷ അദ്ദേഹം വിധിച്ചു. അതിന് അനുയോജ്യമായ ശിക്ഷയാണ്. ഗുരുദക്ഷിണമായിട്ട് വരല് തന്നോളൂ. അത് ക്രൂരമായി എന്ന് നമുക്ക് തോന്നാം. നാം അനാവശ്യമായ സ്ഥാനത്ത് നമുക്ക് നഷ്ടമില്ലെങ്കിൽ കാരുണ്യം കാണിക്കുന്നവരാണ്. നഷ്ടമുണ്ടേ കാണിക്കില്ല. നഷ്ടമുള്ള കാരുണ്യ പ്രകടനത്തിന് ആരും അങ്ങനെ മെനക്കെടാറില്ല. അല്ലെങ്കിൽ വാചികമായി അനേകം കാരുണ്യ പ്രകടനം നടത്തുന്നതിൽ പൊതുവേ ആളുകൾ സമർത്ഥന്മാരാണ്. അപ്പോൾ എങ്കിലും വിരൽ മുറിച്ച് വാങ്ങിക്കേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. ആ തരത്തിലാണ് പെരുമാറിയത്. അപ്പോൾ ഗുരുവായിട്ട് വരിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഗുരുവായിട്ട് വരിച്ചതിനുള്ള ശിക്ഷയാണ് ആ വിരൽ മുറിച്ച് വാങ്ങിയത്. ഇനിയിപ്പോൾ അപ്പോൾ വിരൽ കൊടുത്തത് ഏകലവ്യൻ്റെ വലിയ ഔദാര്യമായി വ്യാഖ്യാനിക്കാറുണ്ട്. ഏകലവ്യനെക്കുറിച്ചൊരു നാടകം എഴുതിയിട്ടുണ്ട് കുട്ടിക്കൃഷ്ണമാരാർ. അത്ര പ്രസിദ്ധമായിട്ടില്ല. ആ നാടകത്തിൽ ഗുരു തെറ്റ് ചെയ്തിട്ടും ഗുരുദക്ഷിണ ചോദിച്ചപ്പോൾ വലിയ ഔദാര്യം കാണിച്ച അനന്യ സാധാരണനായ ഒരു ശിഷ്യനായിരുന്നു ഏകലവ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ വിരൽ തരുന്നില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിരലും തരാൻ പോകുന്നില്ല ഗുരുദക്ഷിണ. ഇങ്ങനെയാണോ ഗുരുദക്ഷിണ ചോദിക്കുന്നത് എന്ന് അദ്ദേഹം കലഹിച്ചിരുന്നുവെങ്കിൽ തലയായിരിക്കും എടുക്കുക. അപ്പോൾ വിരൽ കൊടുത്ത് തല രക്ഷിച്ച ഒരു ലാഭക്കച്ചവടമായിരുന്നു ആ ഗുരുദക്ഷിണ ഏകലവ്യനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് വ്യാസവിവക്ഷ. അങ്ങനെയല്ലെന്നും വാദിക്കാം. അതിൽ താല്പര്യമില്ലാത്തവർക്കും ഏകലവ്യൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർക്കും ഇതൊരു ബ്രാഹ്മണ മേധാവി ഒരു സാധാരണ കാനനവാസിയോട് ചെയ്ത ക്രൂരത എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വാദിക്കാം. പക്ഷേ വ്യാസൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു ഗുരു നിഷേധിച്ച സംഗതി ശിഷ്യൻ, പ്രത്യേകിച്ചും അദ്ദേഹത്തെ ആധാരമാക്കി ശിഷ്യൻ ആ പ്രവൃത്തി, അതായത് ആയുധ അഭ്യസനം എന്ന് പറയുന്ന കർമ്മം ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഗുരു എന്നുള്ളത് ഒരു സങ്കല്പമല്ലേ? അപ്പോൾ ഒരു ആദർശമോ ഒരു ആശയമോ ഒക്കെ ഗുരുവായിക്കൂടെ? അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും പഠിക്കുന്നത് പോലെ തന്നെ ഏകലവ്യൻ
ദ്രോണാചാര്യൻ എന്നുള്ളൊരു സങ്കല്പത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ വിദ്യ അഭ്യസിച്ചു എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പഠിക്കാം. ആശയങ്ങളെല്ലാം പ്രപഞ്ചനിഷ്ഠമാണ്. പ്രപഞ്ചനിഷ്ഠമായ ആശയങ്ങൾ ഒരാൾക്ക് മനനം കൊണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ന്യൂട്ടൻ ആപ്പിളിൻ്റെ താഴെ പോയിരുന്നു, അപ്പോഴൊരു ആപ്പിൾ വീണു. ഇത് പ്രപഞ്ചത്തിൽ നേരത്തെ ഉള്ളതാണ്. ആ സമയത്ത് അദ്ദേഹത്തിനത് തോന്നി. അപ്പോൾ ഈ തത്വം പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തത്വം ഒരു പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ ഉദിച്ചു വന്നു. അപ്പോൾ ആശയങ്ങൾ എപ്പോഴും വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഗുരുവിൻ്റെ സഹായം കൂടാതെ ബോധ്യപ്പെടാവുന്നതാണ്. പക്ഷേ അതിന് തക്ക തരത്തിലുള്ള മനനശേഷി വേണം. അതുവരെ പലരും ആപ്പിളിൻ്റെ താഴെ ഇരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ടാവും. ആപ്പിൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാകും, പറിച്ചിട്ടുണ്ടാകും, തിന്നിട്ടുണ്ടാവും. ആർക്കും അത് തോന്നിയില്ല. അപ്പോൾ ഇത് തോന്നാനുള്ള കഴിവ് വേണം. തോന്നാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ ഈ പിന്നെ അക്കാഡമിക്കായിട്ട് ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ അല്ല വലിയ ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ അക്കാഡമിക്കായിട്ട് വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളല്ല. തോമസ് ആൽവ എഡിസൺ അക്കാഡമിക്കായിട്ട് ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളല്ല. കുത്തിവയ്പ്പ് കണ്ടുപിടിച്ച എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, ജെന്നർ, എഡ്വേർഡ് ജെന്നർ. അദ്ദേഹം അക്കാഡമിക്കായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം വൈദ്യശാസ്ത്രമായിരുന്നില്ല. ആവിയന്ത്രം കണ്ടുപിടിച്ച ജെയിംസ് വാട്ട്, അദ്ദേഹം അക്കാഡമിക്കായിട്ട് ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളോ മെക്കാനിക്സ് പഠിച്ചിട്ടുള്ള ആളോ ആയിരുന്നില്ല. അപ്പോൾ ആശയങ്ങൾ കണ്ടുപിടിക്കുന്നത് വിദ്യാഭ്യാസം സിദ്ധിക്കുന്നവരല്ല പലരും. വിദ്യാഭ്യാസത്തിന് പുറത്തു നിന്നുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തന തത്വങ്ങൾ, പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവർത്തന തത്വങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാവുന്നതും അവരുടെ ബോധത്തിലേക്ക് ഉദയം ചെയ്തു വരുന്നതേ ഉള്ളൂ. എൻസൈമിൻ്റെ കണ്ടുപിടുത്തം ഒരു സ്വപ്നത്തിലൂടെ സാധിച്ചതാണ്. ഏൻഷ്യൻ മാരിനർ എന്ന് പറയുന്ന കവിതയിലെ ഏറ്റവും മനോഹരമായ ഭാഗം അദ്ദേഹം സ്വപ്നത്തിൽ എഴുന്നേറ്റിരുന്ന് എഴുതിയതാണ്. സാമുവൽ ടൈലർ കോളറിഡ്ജ്, അതാണ് അതിലെ ഏറ്റവും മനോഹരമായ ഭാഗം. അത് സ്വപ്നത്തിൽ ഇരുന്ന് അദ്ദേഹം എഴുതിയതാണ്. ഏഷ്യൻ മാരിനർ എന്നാണ് കവിതയുടെ പേര്. അപ്പോൾ അബോധാവസ്ഥയിൽ ഇത്തരം തത്വങ്ങൾ മനുഷ്യൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ മനസ്സിൽ അല്ലെങ്കിൽ ചിന്തയിൽ പ്രതിഭയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതൊരു പ്രത്യേക ബോധോദയം ഉണ്ടാകുന്ന ഒരു അനുഗ്രഹീത മുഹൂർത്തത്തിൽ ഇത് അവരുടെ ശ്രദ്ധയിലേക്ക് വരും. അങ്ങനെ വരാം, അതിന് ഗുരുവിൻ്റെ സഹായം വേണ്ട. പക്ഷേ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയേ പഠിച്ചവരുടെ സഹായത്തോടു കൂടിയേ വിദ്യാഭ്യാസം സാധിക്കൂ. ഇപ്പോൾ ആദ്യത്തെ നല്ല കെട്ടിടം പണിഞ്ഞ ആൾ ആരുടെ അടുത്തൊന്നും പഠിച്ചിട്ടല്ലല്ലോ പണിയുന്നത്. അയാളുടെ ഭാവനയിൽ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം അയാൾ പണിയുകയാണ്. അപ്പോൾ ഇതെല്ലാം ഭാവനയിൽ നിന്ന് വരുന്നതാണ്, പ്രകൃതിയിൽ നിഷ്ഠമല്ല. ഈ കാനായി കുഞ്ഞിരാമൻ മലമ്പുഴയിൽ പണിത് വച്ചിരിക്കുന്ന യക്ഷിയുടെ കല്ല് പണ്ടും അവിടെ കടന്നിരുന്നതാണ്. അപ്പോൾ ആ യക്ഷിയുടെ രൂപം ഉണ്ടായിരുന്നത് കുഞ്ഞിരാമൻ്റെ പ്രതിഭയിലാണ്, അല്ലാതെ ആ കല്ലിലല്ല. അപ്പോൾ ആശയങ്ങൾ ഭാരതീയ തർക്കശാസ്ത്ര പ്രകാരം ആശയങ്ങൾ മനുഷ്യൻ്റെ ഭാവനയിൽ നിഷ്ഠമാണ്. ഈ എക്സാക്റ്റ് സയൻസ് എന്ന് പറയുന്ന പൂർണ്ണമായ ശാസ്ത്രം എന്ന് പറയുന്ന മാത്തമാറ്റിക്സ് മുഴുവനും ഭാവനയാണ്. എങ്ങനെ ഒന്ന് അത് എന്താണ്? വാട്ട് ഈസ് വൺ? ഒന്നിനെ എങ്ങനെ നിർവചിക്കും? എന്താണ് ഒന്ന് എന്ന അക്കം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? അതിൻ്റെ അർത്ഥം എന്താണ്? താഴ്ന്ന ക്ലാസ്സിലാകുമ്പോൾ എന്തെങ്കിലും ഒരു പദാർത്ഥം എടുത്തിട്ടാണ് ഒന്ന് എന്ന് പറഞ്ഞത്. അത് പദാർത്ഥമാണ്, ഒന്നല്ല. ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഒന്ന്, പിന്നെ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് രണ്ട്. ഒരു കല്ലും വേറൊരു കല്ലുമേ ഉള്ളൂ. ഒന്നും രണ്ടും ഏതാണ് ഇതിനകത്ത്? കല്ല് കാണിച്ചാൽ ഒന്നാവൂ. അപ്പോൾ ഒന്ന് എന്നത് ഭാവനാനിഷ്ഠമാണ്. ഒറ്റ സംഖ്യയേ ഉള്ളൂ ലോകത്ത്, അത് ഒന്ന് മാത്രമാണ്. ആ ഒന്നിൽ നിന്ന് താഴത്തേക്കും സഞ്ചരിക്കാം, ഒന്നിൽ നിന്ന് മുകളിലേക്കും സഞ്ചരിക്കാം. ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ഓർഡറിൽ സഞ്ചരിക്കാം. അപ്പോൾ ഏറ്റവും പൂർണ്ണമായ ശാസ്ത്രം എന്ന് വച്ചിരിക്കുന്ന ഗണിതശാസ്ത്രം കേവലമായ ഭാവനയിൽ നിഷ്ഠമാണ്. ഒന്നിനോട് ഒന്ന് കൂട്ടിയപ്പോൾ രണ്ടായി. അപ്പോൾ വേറെ അക്കങ്ങളില്ല. അക്കം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഗണിതശാസ്ത്രം ഒന്നിനെ അടിസ്ഥാനപ്പെടുത്തി സ്ഥിതി ചെയ്യുന്നു. രണ്ടാമതൊരക്കമില്ല, മൂന്നാമതൊരക്കമില്ല. ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ രണ്ട്, രണ്ടിനോട് ഒന്ന് കൂട്ടിയാൽ മൂന്ന്. അപ്പോൾ ഒന്നിൻ്റെ പെരുക്കങ്ങളാണ് ഈ ഗണിതശാസ്ത്രം മുഴുവൻ. ആ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയാൻ സാധ്യമല്ല.